അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ദുനിയാവുണ്ട്, ആഖിറമുണ്ട്. എന്നാൽ ഇതിലേറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതിനോടാണെന്ന് നമ്മളോട് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്നത്തെ കാലത്ത് പറയുക ദുനിയാവ് തന്നെയായിരിക്കും, അല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വലിയ സംഭവമായി കാണുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞു വെച്ചിട്ടാ. മാത്രമല്ല, ഈ ദുനിയാവത്തെ മനുഷ്യന്മാർ ദുനിയാവിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ആയത്തും അതേപോലെ തന്നെ ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ കൊണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് വളരെ വളരെ എന്താ പറയുക, സത്യമാണെന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അതായത് ഏതൊരു ആയത്ത്, സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തുണ്ട്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ പരസ്പര ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് എന്ന്. ശരി തന്നെയല്ലേ? അതിനല്ലേ ഇന്നത്തെ ലോകത്ത് മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്നത്? സ്വത്തിൻ്റെ പേരിലും അതേപോലത്തെ മക്കളുടെ പേരിലൊക്കെ ദുരഭിമാനം പറഞ്ഞ് നടക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടോ, ഒരു മഴ പോലെ അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ പെരുമ നടിക്കുന്നുണ്ടല്ലോ ദുനിയാവിൽ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയിലൂടെ പഠിപ്പിച്ചു തരാണ്. ഏതുപോലെയാണിത്? ഒരു മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ അതുമൂലം കുറേ ചെടികളുണ്ടായി. ആ ചെടികൾ എന്ത് ചെയ്യുന്നത്? കർഷകരെ ആശ്ചര്യപ്പെടുത്തി. പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞനിറം പൂണ്ടതായി നിനക്കത് കാണാം. പിന്നീട് അത് തുരുമ്പായി പോകുന്നു. അതായത് എന്തോടെ പഠിപ്പിച്ചെന്ന് വെച്ചിട്ടാൽ, നമ്മളിവിടെ എത്ര ദുരഭിമാനം കാണിക്കുന്ന വസ്തുക്കളാണെങ്കിലും ഇതൊക്കെ ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാണ് ഈ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ നോക്ക്, എന്നാൽ പരലോകത്ത് ദുർവൃത്തർക്ക്, അഥവാ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാത്ത, പരലോകത്തെ നിഷേധിക്കുകയും എന്നിട്ട് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത വ്യക്തിയുമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ വൃത്തർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും ഉണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നുണ്ടോ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അള്ളയാണ് പറയണത്. അള്ളാഹ്ക്കല്ലേ ദുനിയാവിനെ കുറിച്ച് കൂടുതൽ അറിയാം, ആഖിറത്തെക്കുറിച്ച് കൂടുതൽ അറിയാം, മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പം മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്? ആ തുടക്കം പറഞ്ഞുണ്ടോ, മനുഷ്യന്മാർ ദുരഭിമാനം കാണിക്കുകയാണ് ദുനിയാവിൽ എന്നുള്ളത്. അതന്നെയല്ലേ ഇന്ന് ലോകത്ത് നടക്കണം. അപ്പോൾ അത് ചിന്തിക്കുക. അപ്പോൾ അതന്നെ പടച്ച തമ്പുരാൻ പറഞ്ഞു, വളരെ എത്ര കറക്റ്റാണ്, അല്ലേ? അപ്പോൾ അതേപോലെ ചിന്തിച്ചുകൂടെ? അത് തന്നെ പറയണത് എന്ത്? മനുഷ്യരെ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വഞ്ചനയുടെ ലോകമാണെന്ന് അതേ പടച്ചവനാണ് പറയണത്. ഇനിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആത്മാർത്ഥമായിട്ട് ദുനിയാവ് വേണ്ടാന്നല്ല, ദുനിയാവ് വേണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വില കൽപ്പിക്കേണ്ടത് ആഖിറത്തിന് തന്നെയായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിലല്ല കാര്യം. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് പിരിഞ്ഞ് നല്ല മനുഷ്യന്മാരാവുക. ഇനിയുള്ള ദിവസമെങ്കിലും എന്ത് ചെയ്യുക? നല്ല മനുഷ്യന്മാരായി പരലോകത്ത് മോക്ഷം ലഭിക്കണം എന്നുള്ള മോഹത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.